പുറകെ എണീറ്റുള്ളൂ 5 മിനിറ്റായി. ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആയി വരണം. യെസ്, ഇനി ജസ്റ്റ് പോയി ഒന്ന് കുറച്ച് ഫുള്ളൊന്ന് റൗണ്ടൊക്കെ അടിക്കണം, ചെക്ക് ചെയ്യണം കമ്പ്യൂട്ടർ ബേസ്. കുഴപ്പമില്ല, ഇവിടെ ഇരിക്കുകയല്ലേ, നോക്കാം. തളർന്നു വർക്കൗട്ട് ചെയ്താൽ ബോഡി പോയി. പിന്നെ ഞാൻ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ സൈഫോർണം ശലം കൂടി നോക്കാറുണ്ട്. ചെറിയ ഡൗട്ടായിട്ട് ടെസ്റ്റ് പോയിട്ട് ശലം എല്ലാം കഴിക്കും. വിശക്കുന്നു. ഒരു വരണ സമയത്ത് ഇങ്ങ് വരാം. മറ്റേ പുള്ളി ഇവിടെ ഇരിക്കുന്നു, അത് കുഴപ്പമില്ല. വന്നാ എന്തോ നോക്കും. അതോ വണ്ടി ഒന്നും കിടക്കുന്നു. എല്ലാ മാസത്തിൻ്റെ അവസാനം കൊണ്ടുവരും. ഒരു 22-ാം തീയതി തൊട്ട് 27-ാം തീയതിക്കകത്ത് കിട്ടും. 2 പേന. ഇന്ന് ഒരു പേന സെക്യൂരിറ്റിക്ക് കൊടുത്തു. സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞു. നമ്മളെ പേന ഉണ്ട്, 2 പേനൊന്നും തീരൂല. മനസ്സിലായി? അതാണ് കാര്യങ്ങൾ. ഇതും കൊണ്ടുപോയിക്കണം. അവൻ ഫോട്ടോ എടുക്കാൻ പോയി. ഇതും എൻ്റെ കയ്യിൽ തന്നിട്ട് പുറത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ റൂമിൽ കൊണ്ടുവരും. ഇത് കൊണ്ടിനി വെച്ചിട്ട് അവൻ്റെ കൂടെ പോയി നോക്കണം. ഫോട്ടോ എടുത്താൽ ഇപ്പോൾ ഒപ്പോ പേന ചോദിച്ചായിരുന്നു. കുറച്ച് പേന ഉണ്ടായിരുന്നു. ഒന്നൊക്കെ അല്ലേ യൂസ് ആവുള്ളൂ. 2 മാസം കൂടുമ്പോൾ ഒന്ന്. നമുക്ക് എല്ലാ മാസവും 2 എണ്ണം വെച്ച് കിട്ടും. നമുക്ക് 2-3 മാസം കൂടുമ്പോൾ ഓരോ പേനേ തീരുള്ളൂ. അങ്ങനെയാണ്. ഇത് മുന്നിൽ കൊണ്ട് അവർക്ക് കൊടുക്കാം. പിന്നെ പോയി വെള്ളം കഴിക്കുന്നു. ഒന്നും കഴിച്ചില്ല. എത്ര നേരം കൊണ്ട് കഴിക്കാൻ പ്ലാൻ പറഞ്ഞതെന്നറിയാമോ? ഇതുവരെ ടൈമായി കിട്ടിയില്ല. എന്നുവെച്ചാൽ ഫോണും ചാർജ് ഇല്ല. ഫോണും ചാർജ് കയറണം. ഉണ്ടാക്കാൻ വെച്ചായിരുന്നു അവിടെ തന്നെ. വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പോയി നോക്കണം. എന്താ തൈരും പോയി എടുത്ത്. പിന്നെ ആരും വന്നില്ല. ഞാൻ ചെന്ന് വരുമെന്ന് ചോദിച്ചു. ടീം ഇന്ന് വരുമെന്ന് ചോദിച്ചു. വേറെ ഡ്യൂട്ടി കാണും, വേറെ സ്ഥലത്ത് കാണും. ഫ്രീ ആയിരിക്കുമ്പോഴേ വരുള്ളൂ തോന്നണം. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ്. കുറച്ച് കണ്ട് റൗണ്ടടിക്കാൻ പോണം. കഴിച്ചുകൊണ്ട് ഞാനൊരു ഫോട്ടോ കഴിച്ചായിരുന്നു. നമ്മൾ ആ ലെവലിൻ്റെ, അതായത് പമ്പ് എത്ര സ്റ്റാർട്ടായിരിക്കുന്നത് ആ ബേസിൽ. കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ എടുത്ത് കൊടുത്തു. ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുള്ളൂ. സൈഫൈ ഇനി കൂട്ടണമെങ്കിൽ കുറയണം, ലെവൽ കുറച്ച് കുറയണം. അത് ഇനി അവൻ്റെ ഡ്യൂട്ടിയിലായിരിക്കും സെറ്റാവണം. അങ്ങനെ തന്നെ ആയിരിക്കും, കുഴപ്പമില്ല. ഫുഡും കഴിച്ച് കുറച്ച് നേരം ഫുഡും കഴിച്ചിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ കോൾ വിളിച്ചായിരുന്നു. ഇനി ഫോൺ കുറച്ച് നേരം കൂടി യൂസ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യണം. ലെവൽ കുറച്ച് ഡൗൺ ആക്കി. ഇല്ലറ്റ് പറഞ്ഞത് കുറച്ച് വെച്ചിട്ടുണ്ട്, കുറഞ്ഞാന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. സൈഫൈ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആയിട്ടില്ല. കൺട്രോൾ വീഡിയോ എടുത്തോണ്ട് നന്നായി. എനിക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കൂലേ. അതിനെ കുറയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറഞ്ഞു. പോയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫുള്ളൊന്ന് റൗണ്ട് അടിക്കും സ്ഥലം. GPS ഫൈൻ്റെ വീഡിയോ ഇന്നാണ് എനിക്ക്, റിപ്പയറിങ്ങിൻ്റെ ടീമിൻ്റെ വീഡിയോ എനിക്ക് ഇന്നാണ് കിട്ടിയത്. ഞാൻ അത് വായിച്ചു തരാം. എന്തിനാണ് പൊട്ടിയെന്ന് ഞാൻ കാണിച്ചത്. സപ്പോർട്ടർ നമ്മളിവിടുത്തെ പോലെ തറയിലുള്ള പില്ലറല്ല, അത് ഇരുമ്പിലെ പില്ലറാണ്. മെറ്റൽ പില്ലറാണ് സപ്പോർട്ടർ. അത് ഞാൻ അയച്ചു തരാം. കാരണം പുതിയതായിട്ട് പ്രഷർ കൂടുതലുണ്ട്, അങ്ങനെ പൊട്ടിയാണ് സംഭവം. ഇതിൽ കൂടി ഞാൻ അറ്റാച്ച് ചെയ്തു തരാം.
ക്രിയേറ്റ്. ഇതാണ് അവർ കൊണ്ടുവരണം. ഇത് ഇടയ്ക്ക് എന്തോ ഇറക്കണ വീഡിയോ എന്തോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരെണ്ണോ രണ്ടെണ്ണോ കാലിയായിരിക്കും, രണ്ടെണ്ണത്തിൽ ഇത് കാണും. ഇവിടെ ഗ്ലാസ് ഉണ്ട്. നമ്മളെ റൂം ഇവിടെ ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇത് മാറാൻ പോയല്ലേ, ശരിക്കും കൊള്ളൊഴിച്ച്. ഇതൊക്കെയാണ് ഹോബി. സമയം പോണ്ടേ, ശകലം ടൈം പാസ്. ഒരു 15 മിനിറ്റ് കിട്ടിയ ലോട്ടറി, ഇല്ലെങ്കിൽ ടൈം പാസ് ആയിട്ട് തന്നെ അങ്ങ് പോകും. 15 മിനിറ്റ്. അയ്യോ, ഇപ്പോൾ ഹോബി പോലെ ആയിപ്പോയി. ഡെയിലി മഷ്റൂമിൻ്റെ ഒക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. നാട്ടിൽ പോയിട്ട് വേണം ചെറുതായിട്ടൊന്ന് നോക്കാം. എല്ലാം എങ്ങനെയാണോ നോക്കാം. എല്ലാതിൻ്റെ സമയമുണ്ടല്ലോ. ഇനി ഇവിടെ കുറച്ച് ശരി ഇന്ന് മിക്കവാറും ചില ലേറ്റായി, പക്ഷേ സൺസെറ്റ് ചിലപ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. കാരണം 6:11 കാണാൻ വേണ്ടി അടിപൊളിയായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ആകാശം കാണാൻ അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. യെസ്, ഭാഗ്യമുണ്ടെങ്കിലേ കിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ചെറിയ കോൾ വന്നായിരുന്നു, പിന്നെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഞാൻ അത് നോക്കിക്കൊണ്ടിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. ഇടയ്ക്ക് അങ്ങനെയാണ്. ആദ്യം പോയി ഫോട്ടോ നോക്കിയിട്ട് അവിടെ കിട്ടുമെന്ന് നോക്കണം. അത് കിട്ടുമെന്ന് നോക്കിയിട്ട് ലൈറ്റെല്ലാം ഇട്ട് നീ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാണ്ട്. യെസ്, ഇല്ല, സണ്ണ് പോയി, പക്ഷെ കാണാൻ അടിപൊളിയായിട്ട് നിൽക്കും. ലൈറ്റ് സെറ്റാക്കി നീ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അയക്കാണ്ട്, ക്ലോറിനേഷനല്ല, അതും എടുത്ത് അയച്ചു കൊടുത്തിട്ട് നോക്കാം ബാക്കി. കാരണം കമ്പ്യൂട്ടർ ബേസ് ഒന്നും കൂടി ചെക്ക് ചെയ്യാണ്ട്, റീചെക്ക് ചെയ്യാണ്ട്, നമ്മളെ മനസ്സമാധാനത്തിൽ. വെന്റിലേഷൻ DP അതിൻ്റെ ഫോട്ടോ. വെന്റിലേഷൻ DP ഇതും ഇതുവാണെന്ന് തോന്നുന്നു. ഓപ്പൺ ചെയ്ത് നോക്കണ്ട, നോക്കട്ടെ. എടുക്കാൻ പറഞ്ഞോട്ടെ. ഇതിൻ്റെ കണ്ടോ, ഈ ചാവി നമ്മളെ നോർമലി ഉള്ളതാണ്, നമ്മളവിടുത്തെ അതിൻ്റെ ഉള്ളത്. എല്ലാത്തിനും ഇതേ ടൈപ്പ് തന്നെയാണ്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യുക, അത് തന്നെ. ഇതെല്ലാം ഒന്ന് ചെയ്ത് എടുത്ത് ഫോട്ടോ എടുത്തായിരുന്നു. ഇനി ഇതും എടുത്ത് കൊടുക്കണം. ഇതുകൊണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്തുകൂടാ, നമ്മളതിലുണ്ട് ഇതിൻ്റെ ചാവി. കണ്ട, ഉണ്ട്. അത് നമ്മളങ്ങനെ തുറന്നതല്ല, അതുകൊണ്ട് പിന്നെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് തന്നെ പോകണം. ഇനി ഇതെല്ലാം ഒന്ന് ക്ലോസ് ചെയ്യണം. അത് തന്നെ. എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവർക്ക് കറക്റ്റ് ആയോ എന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ പോയി കമ്പ്യൂട്ടർ ബേസ് നോക്കാം, ഇല്ലെങ്കിൽ വീണ്ടും വന്നടിക്കേണ്ടി വരും. അതെല്ലാം ക്ലോസ് ചെയ്ത് ലൈറ്റ് കിടക്കട്ട്. രാത്രിയായി, രാവിലെ ഓഫ് ചെയ്തു. ഇരുട്ടി 10 മിനിറ്റ് കൊണ്ട് ടോട്ടലി ചേഞ്ചായി അറ്റ്മോസ്ഫിയർ ഫുൾ. അയ്യോ, ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തോട്ട്. ഫോട്ടോ അയച്ചിട്ട് ഇവിടെ ഇപ്പം നെറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇനി റൂം വരെ പോകണം. അയച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്യണം, അല്ലെങ്കിൽ എത്രയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. കമ്പ്യൂട്ടർ ബേസിലും വേറെ കുഴപ്പമില്ല, ഒന്നും ചെക്ക് ചെയ്യേണ്ടായിരിക്കും. എല്ലാം സെറ്റാണ്. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യുക, അപ്പം മറന്നു വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.